ത്രിയേക ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഡാനിയൽ പൂവനത്തിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിലിരുന്ന് യൂട്യൂബിൽ കൂടെ അച്ഛൻ്റെ വചന പ്രഘോഷണങ്ങളെല്ലാം കേൾക്കും. ഒരു ദിവസം കേട്ടപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അച്ഛൻ പറയും. ഞാൻ എൻ്റെ മനസ്സ് വിഷമിച്ചിരുന്ന സമയത്തായിരുന്നു ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് കേൾക്കാനിടയായത്. അച്ഛൻ പ്രത്യേകം പറയുകയുണ്ടായി, പ്രാർത്ഥനയിൽ നമ്പർ 1 പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് ഉറപ്പായും ശരിയാകുന്ന പ്രാർത്ഥന തന്നെയാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബൈബിളിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, എന്നാൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് നമ്പർ 1 പ്രാർത്ഥന തന്നെയാണ്. ഈ പ്രാർത്ഥന 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്കാണ്. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതേ പ്രിയ സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം തന്നെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇസ്രായേലിൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന ശക്തിയേറിയ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ മനസ്സാകപ്പാട് വിഷമിച്ചിരുന്ന സമയത്താണ് ഞാനിത് കേൾക്കേണ്ടി വന്നത്. പക്ഷേ അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കരുണക്കൊന്ത ചൊല്ലുമ്പോഴും ഒക്കെ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. ഇപ്പോഴും ഞാൻ ഉപവാസത്തിലായിരുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപവാസത്തിലായിരിക്കുന്നത്. ആ സമയം ഈ കുഞ്ഞുങ്ങളെ ഓർത്തും ഞാൻ ഈ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. ദൈവത്തോട് ഇങ്ങനെ ഞാൻ പറയും, ദൈവമേ, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ ബുദ്ധിതലത്തെ വിസ്തൃതമാക്കി അവർ പഠിച്ചതെല്ലാം ഓർക്കുവാനുള്ള കരുണ അവിടെ ചൊരിയണമേ. അങ്ങയുടെ കരുണ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കണമേ. അവരെ എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ ദിവസവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനത് പ്രാർത്ഥന മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന തുടക്കം മുതൽ പരീക്ഷ കഴിയുന്നത് വരെ ഞാൻ കുട്ടികളെ ഓർത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിനൊരു തീരുമാനമെടുത്ത് അതുപോലെ എൻ്റെ ദൈവം ഇന്ന് വരെയും സാധിച്ചു തന്നിട്ടുണ്ട്. ദൈവകരുണയിൽ ആശ്രയം വെച്ചാൽ നമുക്കൊരു തടസ്സവും വരില്ല എന്നുള്ളത് ഈ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 1.5 മാസം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഒരു വേദനയിലും കഴിയുന്ന ഒരു സമയമായിരുന്നു ഞാൻ. പക്ഷേ ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, അങ്ങ് അറിയാതെ ഞങ്ങളിൽ ഒന്നും സംഭവിക്കില്ലല്ലോ കർത്താവെ, അവിടുത്തെ പദ്ധതി തന്നെ ഞങ്ങളിൽ ആക്കി തീർക്കണമേ എന്നുള്ളത്. അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ആയിരിക്കുക, എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിനും ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസവും സന്തോഷവും കിട്ടി. അതെ, നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഏർപ്പെടാതെ വണ്ണം ദൈവരാജ്യം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഞാൻ ഡാനിയൽ അച്ഛനെ എന്നും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നുണ്ട്. ഞാൻ വിഷമിച്ചിരുന്ന സമയമാണ് എനിക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അച്ഛനിൽ നിന്നും കേൾക്കാനിടയായത്. ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ദൈവവേല ചെയ്യുന്ന ഇതുപോലെയുള്ള ധ്യാന ഗുരുക്കന്മാർ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടവരാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ 91-ന്റെ ആ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊരു സംരക്ഷണത്തിനുള്ള ഒരു പ്രാർത്ഥനയാണ്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും, കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ
പ്രവൃത്തികളുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെ അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കർത്താവിൻ്റെ വചനം. ഈ ഓരോ വാക്കുകളും നാം എടുക്കുമ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ആ സർവശക്തൻ്റെ തണൽ നമുക്ക് എപ്പോഴും കൂടെ ആയിരിക്കും. കർത്താവ് നമ്മുടെ സങ്കേതമാണ്, കോട്ടയാണ്. നമ്മളെ സകല ആപത്തിൽ നിന്നും, സകല വേടൻ്റെ കെണിയിൽ നിന്നും, മാരകമായ മഹാമാരികളിൽ നിന്നും സംരക്ഷിക്കും. നമുക്ക് ഈ മഹാമാരി വന്നപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്, എത്രയോ മക്കൾ ഈ ലോകത്ത് നിന്നും പോയിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെ സംരക്ഷിച്ചത് കൊണ്ടാണ് നാം ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്നത് തന്നെ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പലർക്കും മഹാമാരിയായ ഈ കൊറോണ പിടിപെട്ട സമയം എന്തായാലും ദൈവം ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ച ആ ഒരു സമയമായിരുന്നു. ഈ പ്രാർത്ഥന ഞാൻ എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന വചനമാണ്. ഈ 91 അതുപോലെ 121 അധ്യായവും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലുള്ളതാണ്. 121 സങ്കീർത്തനം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഡാനിയേൽ അച്ഛൻ പ്രസംഗിച്ച ആ പ്രാർത്ഥന കേട്ടതിന് ശേഷം ഞാൻ ആ പ്രാർത്ഥന നിരന്തരം ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ 91 സങ്കീർത്തനവും 121 സങ്കീർത്തനവും നമ്മൾ മനഃപ്പാഠമാക്കി നമ്മൾ വെച്ചേക്കേണ്ടതാണ്. നാം ഏത് അവസ്ഥയിലായിരുന്നാലും ഈ 3 പ്രാർത്ഥനയും നമുക്ക് എവിടെ ഇരുന്നും ചൊല്ലാവുന്നതാണ്. ഓരോരുത്തരും ഈ വാക്കുകൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളെ നാം മനസ്സിലാക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, തലമുറകളിൽ ഒക്കെയും കർത്താവിൻ്റെ അനുഗ്രഹം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നമ്മുടെയും ദൈവമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. ആമേൻ.